ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ വന്യമാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരില്ല. 2008 സെപ്റ്റംബർ 15 എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാനും എൻ്റെ മകനും തനിച്ചായി. ജീവിതത്തിൽ എന്തു ചെയ്യണം എന്ന് തിരിച്ചറിയാതെ പകച്ചു നിന്ന സന്ദർഭത്തിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അഭയം തേടി. പിന്നീട് എന്ത് പ്രശ്നങ്ങളും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിരുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന്, അമ്മേ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. കടവിലെ കപ്പേളയിൽ മണിക്കൂറുകളോളം ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 16 വർഷമായി. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചപ്പോൾ അമ്മ എന്നെ വഴി നടത്തി. എൻ്റെ മകനെയും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അമ്മ സ്പർശിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി എല്ലാം അമ്മ വഴി ക്രമീകരിച്ചു തരുന്നു. ഈ അടുത്ത കൊയിനൂനിയ തിരുനാളോടനുബന്ധിച്ച് നടന്ന കൺവെൻഷനിൽ പരിശുദ്ധ അമ്മ വഴി എൻ്റെ മകന് ഈശോ സ്പർശിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ അവന് പ്രത്യേക ഒരു അറിവ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മകൻ ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലോകത്തെങ്ങും അറിയുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അതുകൂടാതെ എന്നും രാവിലെ എഴുന്നേറ്റ് ബൈബിൾ പുസ്തകത്തിൽ വായിക്കുകയും ജപമാല, വെളുപ്പിനെ തന്നെ ജപമാല ചൊല്ലുകയും ചെയ്യുന്നു. കൊയിനോനിയ 2024 85 പ്രസിദ്ധന്തിമാർ കൂടിച്ചേർന്ന് നടത്തുന്ന തിരുനാളിൽ ഞാനും ഒരു അംഗമായി. എനിക്ക് ചാർജ് കിട്ടിയത് ലിറ്റർജി കൺവീനറായിട്ടാണ്. ഒരുപാട് ഓടി നടക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ കഴിഞ്ഞ ജൂൺ മാസം എനിക്ക് ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ ഷുഗർ ലെവൽ ഒരുപാട് കൂടിയിരിക്കുന്നു. ഏതാണ്ട് 370 മേലെയായി. അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇത് വളരെ സൂക്ഷിക്കണം, ഈ രീതിയിൽ പോയാൽ കാര്യങ്ങൾ അപകടത്തിലേക്കാണെന്ന്. ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കരഞ്ഞു, അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഓടി നടക്കുന്നത്, അമ്മ തന്നെ ഇതിനൊരു പ്രതിവിധി തരണമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ 128 അതുപോലെ തന്നെ HB ലെവൽ കൂടുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് ചെയ്തു തന്ന പരിശുദ്ധ അമ്മേ, 1000 നന്ദി. തീരത്തണയുവാൻ തുഴയാകണേ, അമരത്തിരിക്കണേ.